ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വേൾഡ് ഓഫ് സൗന്ദര്യ. ഞാൻ സിന്ധു. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് തിരക്കായിപ്പോയി. ഞങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ പോയിരിക്കുകയായിരുന്നേ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതെല്ലാം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാരണം അത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വേറൊരു വീഡിയോ തന്നെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കുറച്ച് നാളായിട്ട് പ്ലാനിൽ ഉണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു. അതിനിടയ്ക്ക് വേറെ സബ്ജക്റ്റുകൾ വന്നപ്പോൾ ഞാനതങ്ങനെ അങ്ങ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്നാൽ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് ചെയ്തിടാവുന്ന ഒരു വീഡിയോ ആണല്ലോ, എന്നാൽ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നല്ലേ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൾ പർപ്പസ് ക്ലീനിങ് ലിക്വിഡാണ്. നമുക്കൊരു വീട്ടിലേക്ക് പല ടൈപ്പ് ഓഫ് ക്ലീനിങ് ലിക്വിഡ്സ് വാങ്ങിക്കാറുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ലിക്വിഡ് വാങ്ങിക്കും, പിന്നെ ക്ലോറക്സ് വാങ്ങിക്കും, പിന്നെ ഒരു എന്താ പറയുന്ന ഒരു ഓൾ പർപ്പസ് ക്ലീനിങ് ലിക്വിഡ് വേറെ വാങ്ങിക്കും. അത് നമ്മുടെ കിച്ചൺ സ്ലാബ്, ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് വേറൊരു ക്ലീനിങ് ലിക്വിഡ് വാങ്ങിക്കും ടോയ്ലറ്റിൻ്റെ ഭിത്തിയെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ സോപ്പ് പൊടി യൂസ് ചെയ്യും ടോയ്ലറ്റിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ ടൈപ്പ് സാധനങ്ങളായിരുന്നു ഞാനും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനോട് എല്ലാം ഒരു വലിയ നോ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ലിക്വിഡിൽ എത്തിച്ചേർന്നാലോ? എങ്ങനെയുണ്ടായിരിക്കും? സംഭവം സൂപ്പറല്ലേ. കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമ്മൾ അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു സാധനം വാങ്ങണ്ട എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇത്രയും നമ്പർ ഓഫ് ലിക്വിഡ്സിനെ എല്ലാത്തിനെയും മാറ്റി നിർത്തുകയും ചെയ്യാം. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ യൂസ് ചെയ്യുന്ന ഒരൊറ്റ ലിക്വിഡ് ഉണ്ടെങ്കിൽ സ്ഥലവും ലാഭം, കാശും ലാഭം, നമ്മുടെ സൗകര്യവും ലാഭം, എല്ലാം ലാഭം. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ലെറ്റ്സ് ഗോ. മിക്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വേണം. ആ പാത്രത്തിലേക്ക് ആദ്യം നിങ്ങൾ എന്ത് പാത്രത്തിലാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്. ഇതിപ്പം നമ്മൾ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മെഷറിങ് കപ്പാണ്. ഇതിലൊക്കെ ഉണ്ടോ 1 കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. കാണാമെന്ന് തോന്നുന്നു അല്ലേ? കാണാമോ? 1 കപ്പ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ മെഷറിങ് കപ്പിലെ ഒരു 1 കപ്പിൻ്റെ മെഷറിങ് കപ്പാണിത്. ഇതിൽ ഞാൻ ആദ്യം വെള്ളം ഒഴിക്കും. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ ഈ സെയിം മെഷറിങ് കപ്പിൽ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് എടുക്കുന്നത്. 1 കപ്പ് ലിക്വിഡ് ഡിറ്റർജൻറ്റും എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത അതേ എമൗണ്ടിൽ സെയിം എമൗണ്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് എടുക്കുക. അത് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് അതിപ്പോൾ നമ്മൾ 1 കപ്പ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒഴിച്ചത് കൊണ്ട് ഇതിലേക്ക് ഇനി എനിക്ക് എടുക്കേണ്ടത് വിനെഗറാണ്. ഞാൻ ഈ വിനെഗർ 1/4 കപ്പാണ് എടുക്കുന്നത്. അതായത് നമ്മൾ എടുത്ത എമൗണ്ട് വെള്ളത്തിനെയും ലിക്വിഡ് ഡിറ്റർജൻറ്റിനെയും പകുതി അത്രയുമാണ് വിനെഗർ ഞാൻ എടുക്കുന്നത്. ഇത് 1/2 കപ്പാണ്. ആ 1/2 കപ്പിലാണ് വിനെഗർ ഞാൻ എടുക്കുന്നത്. ഹാഫ് കപ്പ് വിനെഗർ എടുത്തു. അത് ഞാൻ അതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ലിക്വിഡിൽ ഇത്രയും സാധനങ്ങളായി. അതും ഒഴിച്ചു. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ലൈം ജ്യൂസാണ്. ലൈം ജ്യൂസ് ഇത് 1/4 കപ്പാണുള്ളത്. അതായത് വിനാഗിരി എടുത്തതിൻ്റെ പകുതി. 1/4 കപ്പ് ലൈം ജ്യൂസാണ് എടുക്കുന്നത്. 1/4 കപ്പ് ശരിക്കും നിറഞ്ഞിട്ടില്ല, കണ്ടോ? ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് എന്നൊക്കെ പറയാം. അത്രേ ഉള്ളൂ. അതും ഒഴിച്ചു. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡാപ്പൊടി. ഒരു
ടീസ്പൂണല്ല, 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണിത്. ഇതൊരു ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇത്രയും സാധനങ്ങൾ ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇനി അതെനിക്ക് നന്നായിട്ട്, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് പതഞ്ഞ് പൊങ്ങി നിൽക്കുകയാണേ, കാണാമല്ലോ. ഇനി എനിക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് ഈ കപ്പ് തന്നെ യൂസ് ചെയ്യുകയാണേ ശരിക്കും മിക്സ് ചെയ്യാനായിട്ട്. അത് ഞാൻ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പത പൊങ്ങി പൊങ്ങി വരുന്നത് കണ്ടോ. കണ്ടോ, ഓൾമോസ്റ്റ് കപ്പ് ഫുള്ളെന്നുള്ള രീതിയിൽ പതയായി. പക്ഷേ ഈ പത കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും കേട്ടോ. അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി. ഇപ്പം ഞാൻ കൈകൊണ്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൈകൊണ്ട് തൊടുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, ഒരു അലർജിക് റിയാക്ഷൻസും ഉണ്ടാവില്ല, വേറെ കെമിക്കലുകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. എല്ലാം നമുക്കറിയാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും വേറൊന്നും പേടിക്കാനില്ല. ചില ലിക്വിഡ് ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ക്ലീനിങ് ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൈക്ക് അലർജി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൈക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ തൊളി പോകുന്നു, പൊള്ളൽ പോലെ വരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരു സാധനം യൂസ് ചെയ്യുമ്പം. ഈ വക ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല. ഇപ്പം നമ്മൾ സാധനം റെഡിയാക്കി വെച്ചു. ഇത് നമ്മൾ ഇപ്പോൾ ഇത്രയും സാധനമേ ഉള്ളൂ. പക്ഷേ എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ 1 കപ്പ് ഫുള്ള്, ഇത് ആക്ച്വലി 8.5 കപ്പിൻ്റെ വലിപ്പമുണ്ട് ഈ കപ്പിന്. നോക്ക്, ഒരു മെഷറിംഗ് കപ്പായത്. ആക്ച്വലി 8.5 കപ്പാണ് ആ വലിപ്പം കാണിക്കുന്നത്. അതുവരെ ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ പതയൊന്ന് സെറ്റിലാവാനായിട്ട് ഇത് കുറച്ച് നേരം വെറുതെ വെക്കാം. അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ പത പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് ഫുള്ള് വച്ചിരുന്നു. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആക്ച്വൽ എമൗണ്ടിലേക്ക് ഇത് തിരിച്ചെത്തി. ഇപ്പം നോക്കിക്കേ, ഇതാകെ ഉള്ളത് ഓൾമോസ്റ്റ് 2 കപ്പ്. അടുത്തേ ഉള്ളൂ. നമ്മൾ 2 കപ്പിനോളം സാധനങ്ങൾ ഇതിനകത്ത് മൊത്തം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങൾ 2 കപ്പും, ഇതിൻ്റെ കപ്പും മറ്റേ കപ്പും തമ്മിൽ, മെഷറിംഗ് കപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്ന ലിക്വിഡ് ഡിറ്റർജൻസ് വാങ്ങിച്ച സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലീനിങ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാം. ഈ ക്ലീനിങ് ലിക്വിഡ് നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ക്ലീനിങ് ലിക്വിഡാണ്. എവിടെ വേണമെങ്കിലും ഏത് ക്ലീനിങ്ങിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടോയ്ലറ്റ് വാങ്ങുന്നത് ഈ ലിക്വിഡ്സിന് എല്ലാത്തിനും പകരമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ ഇങ്ങനെ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മാത്രം മതി. ഇപ്പം നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറച്ച് ഈ ക്ലീനിങ് ലിക്വിഡ് കിട്ടി. ഇനി ഇതിനകത്ത് കുറച്ച് പതയുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് അവിടെ അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ അത് ആ പത സെറ്റിലായിക്കോളും. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ ഇത് യൂസ്ഫുൾ ആണോ എന്നും കൂടെ കാണിച്ചു തരണ്ടേ. അപ്പോൾ ടോയ്ലറ്റിൽ പോയി ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ. ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ടോയ്ലറ്റ്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ ഒരുപാടൊന്നും ചെളി എനിക്ക് എൻ്റെ ടോയ്ലറ്റിലില്ല. നമ്മൾ ഡെയിലി ഓൾമോസ്റ്റ് ക്ലീനിങ് ആണ് ടോയ്ലറ്റ്. അതുകൊണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ചെളി അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ ആദ്യം ചെളി എവിടെയാണെന്ന് നോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ഈ ഒരു ലൈനിൽ കുറച്ച് ചെളിയുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഇവിടെ കണ്ടോ, ഇവിടെയും കുറച്ച് ചെളിയുണ്ട്. അപ്പോൾ ഈ ചെളികളാണ്. അപ്പം ഞാൻ ആദ്യം ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ അത്രയും ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സ്പ്രേ ചെയ്തതെല്ലാം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കത് കഴുകിക്കളയാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു വെച്ചിട്ട്. അപ്പം നമുക്കിനി ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ട്.
ഈ ബ്രഷ് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ഉരച്ചു നോക്കാം. നിങ്ങൾ കണ്ടല്ലോ, ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് കറയും പോയി. ഇനി ഞാൻ നമ്മളിപ്പുറത്ത് വെച്ചിരുന്ന ആ കറയും കൂടെ കളയാം. ആ ചെളിയും കൂടെ കളഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ സൈഡ് നോക്കാം. അപ്പുറത്തെ സൈഡിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചെളി പോകുന്നത് ശരിക്കും ഞാൻ ഉരയ്ക്കുന്നത് ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു അല്ലേ. ഞാൻ സ്വല്പം വെള്ളം ഈ ബ്രഷിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് നേരമായതുകൊണ്ടേ അത് പതയുന്നില്ലായിരുന്നു. എപ്പോൾ കണ്ടോ പതയുന്നുണ്ട് നന്നായിട്ട്. ഈ ബ്രഷ് എടുക്കുന്നത് ഇത് ഞാൻ വിറ്റ് കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബ്രഷാണ്. നമ്മൾ ഓരോ പർപ്പസിന് വേറെ വേറെ ബ്രഷ് യൂസ് ചെയ്യും. കണ്ടോ, നിങ്ങൾ ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ചെളി പോകുന്നത് കാണണോ? കണ്ടോ ചെളി പോകുന്നത്, ഒഴുകി പോകുന്നു. ചെളി ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. കണ്ട ഇവിടെ ഇട്ട് ഒഴിച്ച് നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് നോക്കാം. ഈ പൂവിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ചെളി കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് സ്പ്രേ ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തൊക്കെ അധികം ചെളി ഇല്ലാത്തത് കൊണ്ട് ആക്ച്വലി ഇതിന് മുകളിൽ കാണുന്ന ബ്ലാക്ക് അത് ചെളിയല്ല. പക്ഷെ എന്നാലും ഞാൻ അവിടെയാണ് ഞാനന്ന് സ്പ്രേ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു 2-3 മിനിറ്റ് അവിടെ ആ സ്പേസ് ഒന്ന് ലീവ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അതങ്ങ് കഴുകി കാണിക്കാം. ഞാനൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെളി ഇളക്കി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കിക്കേ, ഞാൻ പതിയെ ഒന്ന് ബ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ ഇതിനിടയിൽ. ഇത് വോള് കഴുകാനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ബ്രഷ് എടുത്തിരിക്കുന്നത്. ഇത് വിത്ത് കഴുകാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ബ്രഷാണത്. നമ്മൾ യൂസ് ചെയ്യുമ്പം ബാത്റൂമിൻ്റെ ഓരോ ഭാഗത്തിനും വേറെ വേറെ ബ്രഷ് വെക്കണം. അല്ലാതെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് ബൗള് കഴുകുന്ന ബ്രഷ് വെച്ച് സിങ്ക് കഴുകാൻ പാടില്ല. സിങ്ക് കഴുകുന്ന ബ്രഷ് വെച്ച് വോള് കഴുകാൻ പാടില്ല. വോള് കഴുകുന്ന ബ്രഷ് വെച്ച് നമ്മൾ ഫ്ലോർ കഴുകാൻ പാടില്ല. അപ്പം നമ്മൾ ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് ബ്രഷുകൾ വെക്കണം. ഇല്ലെങ്കിൽ ജേംസ്, ബാക്ടീരിയ, നമ്മളിപ്പോൾ ടോയ്ലറ്റ് ബൗൾ കഴുകി അതേ ബ്രഷ് വെച്ച് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ അവിടെ എല്ലാം സ്പ്രെഡ് ആവും. അപ്പം ഞാൻ ഇനി നിങ്ങളെ ആ ക്ലീൻ ചെയ്ത അത്രയും ഭാഗത്ത് ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. അവിടെ എന്തുമാത്രം ക്ലീൻ ആകുന്നെന്ന് നമുക്ക് കാണണ്ടേ? നോക്കിക്കോട്ടോ. നോക്കിക്കേ, നമ്മൾ ആദ്യം കണ്ടിരുന്ന ആ ഭാഗം ആണ് ഇപ്പൊ കാണുന്നത്. നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ല അത്രയും ഭാഗം. ഞാൻ കൂടുതൽ ഭാഗത്തിൽ പോരച്ച് നിങ്ങളെ കാണിക്കില്ല. വീഡിയോ ചെറുതായിട്ടല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഫുൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത്രയും കുറച്ച് ഭാഗം മാത്രം കീപ്പ് ചെയ്ത് കാണിക്കുന്നത്. ബാക്കി ഫുള്ള് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റിൻ്റെ എന്നല്ല, ഒരു വീട്ടിലെ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്യാൻ ഈ ലിക്വിഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് കണ്ടു, ക്ലീനിങ് കണ്ടു, എല്ലാം കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഇല്ലേ ആശുമോളെ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ അത് കൂടാണ്ട് ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആശുമോള് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞ്, താങ്ക് യു എന്ന് പറഞ്ഞ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ആശുമൊക്കെ നാണായിപ്പോയി കേട്ടോ താങ്ക് യു പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പാർട്ടിൽ നമ്മൾ പുതിയ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ആശുമോളൊരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ബൈ ബൈ.